ശംഭോ മഹാദേവ. സംഗീതം പഠിക്കണമെന്ന മോഹമായി എന്നെ കാണാൻ വന്നത് ഒരു സിംഹം. ഉസ്താദ് MJ ദക്ഷിണ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. 12 രൂപ മതിയെന്ന് ഞാൻ പറഞ്ഞു. പാട്ടിന്റെ ABCD അറിയാത്ത ഞാൻ വായിൽ തോന്നുന്നതൊക്കെ പാടിപ്പിടിപ്പിച്ചു. ഉസ്താദ് ഫ്ലാറ്റ്. കണിമംഗലം കോവിലകത്ത് പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ആര്യ അന്തർജനത്തെ കൂട്ടി ഞാൻ ഇറങ്ങി. എങ്ങോട്ടെന്നില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ജന്മഗേഹം വിട്ടിറങ്ങി പോരും അഭയാർത്ഥിയാമൻ. ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. അവസാനം വിശന്നു വലഞ്ഞ കയറി ചെന്ന ഞങ്ങൾക്ക് ഒരു പിടി ചോറിന് പകരം മധു അരിരങ്കിള് നൽകിയ തന്നോ ഒരിക്കലും പാടാൻ പറ്റാത്ത ഹരിമുരളീരവം പാട്ട് ഒറ്റ ശ്വാസത്തിൽ പാടി ഞാൻ ബോധം കെടുമ്പോ എനിക്ക് 6 വയസ്സ്. അയ്യോ ക്യാരക്ടർമാർ എന്താടാ വാര്യരെ ഞാൻ നന്നാവാത്ത. പിന്നീട് ഒരു യാത്രയായിരുന്നു. ടോപ്പ് സിംഗർ വേദിയുടെ പടികടന്ന് ചെല്ലുമ്പോ നിൽക്കുന്നു എന്റെ മിനുങ്ങും മിന്നാമിനുങ്ങി. നിനക്ക് ഇനിയും മനസ്സിലല്ലേ? നീയാണ് എന്റെ വഴി കാട്ടി. ज़बरों की जिंदगी जो कभी नहीं खत्म हो जाती है. हे हाय हो हो हम सवारी गिरी 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 മോനെ ദിനേശ. ഇനി ഞാനൊരു സാധനം കാണിക്കും. മാറാനൊരു ഗ്യാപ്പ് തരുമോ? ഞെട്ടിയില്ലേ മീനു? ഞാൻ ഒന്നാമത് ഞെട്ടി, അടുത്ത ഞെട്ടാൻ പോവാ നമ്മള്. ഇച്ചിരി സമയം എടുക്കും. ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയാൽ മതി. ഞങ്ങൾ ഓൾറെഡി കുറച്ച് സമയം എടുക്കും. എന്തേ അഴിച്ചിട്ടേക്കാന്ന് വെച്ചത്? അല്ല വെറുതെ ആ ഡയലോഗിന് വേണ്ടി. തട്ടി വീഴുവന്നു. ഇന്നൊരു മീശക്കുട്ടനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ആ മീശ വരച്ചതാ ഇതുപോലെ. അതുപോലെ വരച്ചു വെച്ചിരിക്കുന്ന മീശ ഒന്ന് പിരിച്ചേ. പിരിക്കാൻ പറ്റില്ല, പിരിച്ചാ മീശ പോവും. ആ മുടിയോ മുടിയോ മുടി സ്വന്തം മുടിയാണോ? വിഗാണോ? അത് പോയി. ഈ മീശ വെച്ചിട്ട് ഏത് പാട്ടാ പാടണമെന്ന്? മലയാള ഭാഷ അതിനുള്ള പുറപ്പാടായിരുന്നോ? ഞാൻ വിചാരിച്ച വേറെ ഏതോ പണിയുള്ള പാട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഈ പാട്ടിന്റെ രാഗം അറിയാമോ? ആബര 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 ആബ്രാകഡാബ്ര. ആബ്രാകഡാബ്ര. ആബ്ര പറഞ്ഞു കൊടുക്കരുത്. പറ, കമോൺ, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് ശക്തി ഉണ്ടോ? ആബ്ര സിംഹേന്ദ്ര മദ്യം. പറഞ്ഞോ? സിംഹേന്ദ്ര മദ്യമം. അതാണ് രാഗത്തിന്റെ പേര്. പക്ഷെ ഈ പാട്ടിന്റെ അല്ല, വേറെ പാട്ടിന്റെ. ഈ പാട്ടിന് പറ. ഈ പാട്ടിന് അപരി. അപരിന്റെ സ്ത്രീലിംഗമാണ് അപരി. അപ്പൊ അപരി രാഗത്തിലുള്ള പാട്ടാണ്. പേരി എന്ന് പറഞ്ഞു കൊടുത്തോണ്ടാണ് അപരി. അപ്പൊ അപരി തന്നെ, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അപ്പൊ പാടിക്കോ, നന്നായിട്ട് പാടിക്കോ കേട്ടോ. മിടുക്കനായിട്ട് പാടണേ. താങ്ക് യു. യെസ്. മലയാള ഭാഷ തന്മാതക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികുഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി
അതെന്താ എന്തായിരുന്നു ഞാൻ കേൾക്കുന്നു അതിന്റെ സംഗതി ഭയങ്കരമായിരുന്നു കേട്ടോ. കേൾക്കുന്നു ഈ എം ജെ പിന്നെ ഉസ്താദ് നന്നായി അടുത്ത് പഠിപ്പിച്ചോ? നിറയുന്നുണ്ടായിരുന്നല്ലോ, നിറയുന്നു. നിറയുന്നു. അതാണ് ഭയങ്കര സംഗതി. താങ്ക് യു സാർ. അതുപോലെ ഗ്രാമീണ അത് ഭയങ്കര ഭാഗവതരാണ് കേട്ടോ. ഗ്രാമീണ ശൈലിനി. അത്രയും വേണ്ടെന്ന്, അത്രയും പാടില്ല. ആ. ഗ്രാമീണ അങ്ങനെയാണോ? ഗ്രാമീണ ശൈലിനി. മീനശൈലാണോ? കറക്റ്റാണോ? അങ്ങള് പറഞ്ഞത് കറക്റ്റാണോ? അങ്ങള് തെറ്റി പോകണ്ട, സോറി കേട്ടോ. അതെ, സോറി. നമുക്കൊക്കെ തെറ്റും. കുഴപ്പമില്ല. ഇടയ്ക്ക് തെറ്റി കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആ പിന്നെ ഭയങ്കര ആക്ഷൻസ് ആണ്. താങ്ക് യു സാർ. കളമൊഴി അങ്ങനെ പാടിയില്ലേ? കളമൊഴി. കളമൊഴി നീ ആ അത് അങ്ങനെയാണ്. ഒന്നുകൂടെ പാട്. കളമൊഴി നീ പൊട്ടി. ആ പൊട്ടി. പൊട്ടി ബാക്കി കളമൊഴി നീ പൊട്ടി പറഞ്ഞാ? എന്നുവെച്ചാ എന്ന് വെച്ചാ വള വളയോ കളമൊഴിയുടെ വള പൊട്ടി വള പൊട്ടി എന്ന് പറഞ്ഞാ. അപ്പൊ ആരോ ചിരിച്ചു അത് കണ്ടിട്ട് അല്ലേ? ഈ കളമൊഴി എന്ന് പറഞ്ഞ ആരാ? ആ പിന്നെ എന്തിനാ കളമൊഴി എന്ന് പാടിയേ? കളമൊഴി മീനൂട്ടി ചേച്ചി. ഞാനാണ് കളമൊഴി. അതാണ് എന്റെ കളമൊഴി. ഇതിനാണ് എല്ലാരും ചിരിച്ചത്. അതാണ്. ആ നവീനൂട്ടാ, ഏ കളമൊഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമായിട്ട് സംസാരിക്കുന്ന ആളാണ് കളമൊഴി എന്ന് പറയാ. ഉം. മീനുട്ടി അത്രയും സ്വീറ്റ് അല്ലല്ലോ. നന്നായിട്ട് സ്വീറ്റി. അപ്പൊ ആര്യക്കുട്ടിയോ? ആര്യ ചേച്ചി സ്വീറ്റി. ഉണ്ണിയങ്ങള് സ്വീറ്റാ. അപ്പൊ ഞാനോ? സ്വീറ്റാ. സ്വീറ്റി. സ്വീറ്റുകള്. നവനീതൂട്ടാ കിഡിലനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഞാൻ ഈ പാട്ടാ പാടാൻ പോകുന്നതെന്ന് കണ്ടപ്പോ ഞാൻ വെച്ച് നമ്മുടെ നവനീത് കൂട്ടനോ ഈ പാട്ടോ ഇങ്ങനെ പാടാനാണോ പോകുന്നത്, എങ്ങനെയായിരിക്കും പാടുക? ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ മിടുക്കനായിട്ട് പാടി. താങ്ക് യു. മിടുക്കനായിട്ട് പാടി. താങ്ക് യു. അതില് ആ അനുപല്ലവി കളമൊഴി നീ പൊട്ടിച്ചിരിക്കുമ്പോൾ അമ്പോ എന്താ ശ്രുതിയില്? എന്തായിരുന്നു അത്? അല്ല പിച്ചിങ് നോക്കിയാ? ഒന്നുകൂടെ പാടിത്തരോ? കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിതാളം മുഴങ്ങുന്നു. അവിടെ നിനക്ക് 100 മാർക്ക് അതെ. തന്നു. ഇനി ചരണം അതുപോലെ. മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം മലരുന്നു. ഇതെങ്ങനെ ഇത്ര ഹൈ പാടുന്നേ, ഇത്ര സിമ്പിൾ ആയിട്ട്? എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കാരണമാണ് എനിക്ക് ഒരു പിച്ച് കിട്ടാൻ പറ്റും. മനസ്സിലായില്ലേ? കൈ ഇങ്ങനെ കാണിച്ചാ നമുക്ക് ഹൈയില് പാടാൻ പറ്റും. ഓ സിംഹത്തിന്റെ അടുത്തല്ലേ പഠിക്കണേ? ഇതാണ് അതല്ലേ മീനൂട്ട. ഇപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് മനസ്സിലായത്. ഗിയർ മാറ്റുന്നല്ലേ മനസ്സിലായി? കൈ ഇങ്ങനെ ആക്കിയ നമ്മൾ വണ്ടിയുടെ ഗിയർ മാറ്റുന്ന പോലെ പാട്ടിന്റെ ഗിയർ മാറ്റും. ഇങ്ങനെ ഇല്ലേ? ഉണ്ണിസാറിന് മനസ്സിലായോ അത്? ഇങ്ങനെയാണ് മനസ്സിലാവണേ. ഇങ്ങനെയാണ്. അല്ലെങ്കിലും അറിയാലോ, എനിക്ക് നല്ലോണം അറിയാം. ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ പാടുന്നല്ലോ. നമ്മളതൊക്കെ കാണാറുണ്ട്. യെസ്, മിടുക്കനായിട്ട് പാടി കേട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല. Thank you. വേറെ ലെവൽ. മാത്രമല്ല അത് ആദ്യം വന്നപ്പോൾ ഉള്ള ആ ഡയലോഗ് എന്തൊക്കെ പഠിക്കണം. സ്ക്രിപ്റ്റ് പഠിക്കണം, കോമഡി പഠിക്കണം, പാട്ട് പഠിക്കണം, ഇതുപോലെ മീശൊക്കെ വരച്ചു വരണം. നീ ഒരു കിടിലൻ ആർട്ടിസ്റ്റ് ആടാ, കിടിലൻ ആർട്ടിസ്റ്റ്. താങ്ക് യു. അച്ഛനോടും അമ്മയോടും പറയാനുണ്ട് കേട്ടോ. ഒരു സീക്രട്ട് ആണ് കേട്ടോ. 20 years from now ഞാൻ അവനെ ഒരു വലിയൊരു ആർട്ടിസ്റ്റായിട്ട് കാണുന്നു. 100%. എത്രയോ ആൾക്കാർ കണ്ട് വന്നതാണ്. അപ്പോൾ അത് തീർച്ചയാണ്. അവന് ടാലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അൺബിലീവബിൾ ആണ്. ഇങ്ങനെയൊക്കെ ടാലൻ്റ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. അത് മാത്രമല്ല പല കാര്യങ്ങളാണ്. ഒരു സമയത്ത് ഇൻ്റലിജൻസ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ ഇതൊക്കെ, ഒന്നും കേൾക്കണ്ട. വെറുതെ പറയുന്നതാ. എനിക്കറിയാം ജംഗിൾ കേൾക്കുന്നത്. ജംഗിളുടെ മനസ്സ് കേട്ടാ എനിക്കറിയാം. എന്റെ മനസ്സ് അവൻ അറിഞ്ഞു. അവനറിഞ്ഞു അത്. ഇനി ഉണ്ണിയങ്ങളുടെ മനസ്സറിയാം. ഓക്കെ നവനീത് കുട്ടാ, എന്തോ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മള് ഒരു വലിയ ആർട്ടിസ്റ്റിനെയാണ് കാണുന്നത് മോനില്.
ഒരു വലിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സകലകലാ വല്ലഭൻ. താങ്ക് യു സർ. അത് മാത്രമല്ല കോൺഫിഡൻസ് കണ്ടോ മീനുട്ടി? അയ്യോ, ഈ ഒരു ഏജിൽ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നു വിത്ത് ഓർക്കസ്ട്ര. ഹി സിംഗിങ് ആൻഡ് പിച്ചിങ് ഓൾസോ ഇസ് വെരി വെരി ഗുഡ്. താങ്ക് യു സർ. ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. സംസാരം, ഇന്റലിജൻസ് ആൻഡ് ആ ഒരു ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ ക്രിയേറ്റിവിറ്റി എല്ലാം കൊണ്ടും അല്ലേ അത്രയും നല്ലൊരു ബ്ലൂമിങ് ആർട്ടിസ്റ്റ് ആണ്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഗുഡ് ലക്ക് ഫോർ എ ബ്യൂട്ടിഫുൾ ഫ്യൂച്ചർ. താങ്ക് യു. എടാ വേറെന്തോ ഒരു സ്കില്ല് ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്റെ അടുത്ത്. കേട്ടോ MJ അങ്കിളെ, എന്റെ അച്ഛനും അമ്മേന്റെ അടുത്ത് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തോ ഒരു സ്കിൽ, ഒരുപാട് സ്കില്ലുണ്ട്. ഇന്ന് ഒരെണ്ണം നമ്മളെ കാണിക്കുന്നുണ്ട്. എന്താ അത്? അതായത് നമ്മുടെ വിസ്താരയില് വരും കേട്ടോ. അതെങ്ങനെ രാകേഷ് ഏട്ടാ ഒന്ന് കൃത്യം പറഞ്ഞു. നിസ്താരാന്നാണോ വിളിക്കുന്നത്? ഇതിനെന്താ കൊച്ചിന് ഇഷ്ടമുള്ള പേര്? ടുട്ടു. ടുട്ടുവിൽ വരും. എന്താ ചെയ്യാൻ പോകുന്നത് ഒന്ന് കറക്റ്റ് പറയോ? ഇത് ടുട്ടുവിന്റെ അടുത്ത് എന്ത് വരും? ടുട്ടുവിന്റെ അടുത്ത് കുറച്ച് മേളകർത്താരാഗങ്ങൾ വരും. ആ, അതായത് പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്ക്ലൈമർ പറയുന്നത് ഇതിന്റെ പേരാണ് കേട്ടോ ടുട്ടു. നമ്മുടെ വിസ്താരേനെയാണ് ഇത് ഈ എപ്പിസോഡിൽ നമ്മൾ ടുട്ടു എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാഗത്തിന്റെ പേര്. കാരണ്ട് വാ കടവയാതി കാരണ്ട് രണ്ട് 22 തിരിച്ചിട്ടാൽ 22. 22ാമത്തെ മേളകർത്താരാഗമാണ് ഹരഹരപ്രിയ. പറയാൻ പറ്റില്ല. കടവയാതി വെച്ച് കണ്ടുപിടിച്ചില്ലേ? കടവയാതി. താങ്ക് യു. അടുത്തത് ചലനാട്ട. ചലനാട്ട. ചായും ലായും കാക്ക കാക്കങ്ങ ച 6 ല 3 എന്ന് വെച്ചാ യാ രാ ല 3. അപ്പൊ 63 തിരിച്ചിട്ടാലും 36. 72 പകുതി എത്ര? അതെ, നടുക്കുള്ള സാധനവും അതാണ് 36. 36. അതാണ്. അപ്പൊ 36ാമത്തെയാണ് അതിൽ പാതിയിലുള്ളതാണ് ചലനാട്ട കേട്ടോ. ഇനി നോക്കാം. ഹനുമത്തോടി. ഹനുമത്തോടി. ഹായും മായും ഹാ ഹാം എന്ന് വെച്ചാ യ ര ല വ ഷ ഷ സ ഹ 8. മ ന താത്ത ദാത്ത ന എന്ന് വെച്ചാ 0. അപ്പൊ ഹ 8 ന 0 തിരിച്ചിട്ടാല് 8. മിടുക്കൻ. 8ാമത്തെ മേളകർത്തരാകും. മിടുക്കനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തൊക്കെ കണക്കാ. അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 0 വാ 4 തിരിച്ചിട്ടാല് 40. കേട്ടോ. അടുത്ത ദിവസം വരുമ്പോ ഇത് പഠിച്ചോണ്ടിരണേ. ക്യൂബ് റൂട്ട് ഓഫ് 0. അത് എത്രയെന്ന് കണ്ടുപിടിച്ചോണ്ടിരണേ. അപ്പൊ പോരട്ടെ. എങ്ങനെ ഒരു മധുരമഴ വേണ്ടേ? ഒരു മിനിറ്റ്. വേറെന്തോ കാണിക്കാനുണ്ട്. സ്കില്ലും കൂടെ ഉണ്ട്. ഒന്നും കൂടെ കാണിക്കട്ടെ. സ്ഫടികമാണോ? ഇതാണ് എന്റെ പുതുക്കൻ റൈബാൻ. അവിടെ എന്തുണ്ട്? ഞാൻ ഈ ഡ്രസ് കണ്ടപ്പോ സ്ഫടികമാണോ എന്ന് വിചാരിച്ചു. സംഭവമാണ് കേട്ടോ. ശരി, ബൈ. ധർമാർത്ഥമോക്ഷം നരസിംഹം പൂർണ്ണം ബ്രഹ്മം നരസിംഹം